ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പ് കറി അല്ലെങ്കിൽ ചേമ്പ് പുഴുക്ക് എന്ന് പറയുന്ന വിഭവമാണ്. കണ്ണൂർ സൈഡിലൊക്കെ കപ്പപ്പുഴുക്ക് പോലെ ചേമ്പ് പുഴുക്കും കഴിക്കാറുണ്ട്. ഇതിനായി ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ചേമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ഇനി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായി അരിഞ്ഞ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നടുവിൽ നിന്ന് കീറിയ പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ അളവിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ അളവിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഐറ്റംസ് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായി കുക്കർ അടച്ചു വെക്കാം. മിനിമം 4 മുതൽ 5 വരെയുള്ള വിസിൽ വരുന്നതുവരെ നന്നായി വേവിക്കുക. ചേമ്പ് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലയുടെ പണി തുടങ്ങാം. അതിനായി ആദ്യം തന്നെ ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകത്തിൻ്റെ കളറെല്ലാം അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുന്നവരെ, ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ നിറമെല്ലാം ഏകദേശം മാറി വരുന്നുണ്ട്.
ഉള്ളിയുടെ നിറമെല്ലാം നന്നായി മാറി വന്നതിന് ശേഷം നമുക്കിനി കുക്കർ എയർ കളഞ്ഞത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കടുകും ജീരകവും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ചേമ്പ് കറി അല്ലെങ്കിൽ ചേമ്പ് പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ കഴിക്കാം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ഒരു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്